ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് നമ്മളൊക്കെ പ്രതീക്ഷയോടെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന അർജുൻ, ആ അർജുനിനെ കിട്ടുമെന്ന ഏകദേശം സംശയങ്ങൾ ഉള്ളതായിട്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകളിൽ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെയും തെരച്ചിലിൻ്റെ ചില അപാകതകൾ ഒഴിച്ചു നിർത്തിയാൽ, ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് അവസാന ഘട്ടം ചെയ്തു എന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോഴും അർജുനനെ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ അർജുനൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഭരണകൂടം. ആ വിവരം ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. എന്തു തന്നെ ആയാലും അവരെ സംബന്ധിച്ചിടത്തോളം ജോലി നൽകുക എന്നതിലുപരി അർജുനനെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാന ഘടകമായിട്ടുള്ളത്. മാത്രമല്ല, ജീവൻ്റെ തുടിപ്പുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് അർജുൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളതായിട്ടുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഏകദേശം ഒരു മാസത്തോടടുക്കുന്നെങ്കിലും 3 മാസത്തോളം ശ്വസിക്കാനുള്ള പ്രത്യേക രീതിയിലുള്ള എയർ കണ്ടീഷൻ അഥവാ പ്രത്യേക ഓക്സിജൻ ശ്വസിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ അർജുനൻ്റെ ലോറിയിൽ സംഭരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ അർജുനൻ്റെ ലോറി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആ ലോറി കണ്ടെത്തുകയാണെങ്കിൽ 3 മാസക്കാലം കഴിഞ്ഞാൽ പോലും ലോറിക്കുള്ളിൽ അകപ്പെട്ടിട്ടുള്ള ആൾക്ക് ഒരു രോമത്തിന് പോലും പോരലേൽക്കാതെ രക്ഷപ്പെടുമെന്ന ചില ആളുകളുടെ വ്യക്തമാക്കലും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അർജുനൻ്റെ ലോറി തെരഞ്ഞു കണ്ടുപിടിക്കാനായാൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അർജുനനെ രക്ഷപ്പെടുത്താനാവും. സർവശക്തനായ ദൈവം തമ്പുരാൻ ആ സംവിധാനത്തോട് പ്രതീക്ഷകൾ നൽകി നമ്മെ സഹായിക്കട്ടെ. അർജുനനെ ജീവനോടെ തന്നെ കണ്ടുകിട്ടുന്നതിന് സഹായിക്കട്ടെ. മാത്രമല്ല, അതൊന്നും ഒരു അത്ഭുതമുള്ള സംഗതിയുമല്ല. മാത്രമല്ല, അർജുനൻ്റെ ലോറിയിലുള്ള സേഫ്റ്റി സംവിധാനങ്ങൾ അഥവാ സുരക്ഷിത സംവിധാനങ്ങൾ അങ്ങേയറ്റത്തെ വിദേശ നിർമ്മിത സംവിധാനങ്ങൾ അതിനകത്തും അതിന് പുറത്തുമുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനൻ്റെ ലോറിയിലേക്ക് ടൺ കണക്കിന് അഥവാ 7 ടൺ മേലെ നിന്ന് വന്ന് വീണാലും മറ്റു 2 സൈഡുകളിൽ നിന്ന് വന്ന് വീണാലും നിരവധി ടണ്ണുകളുടെ ഭാരമുണ്ടായാൽ പോലും ഈ ലോറിക്ക് യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ അർജുനൻ എന്നല്ല ഒരാൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അയാൾക്ക് യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ ഇരിക്കാനുള്ള പ്രത്യേകമായ സാധ്യതകളും ഉണ്ട് എന്നാണ് ചില വിദഗ്ധന്മാർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് തെരച്ചിൽ നിർത്താതെ തിരച്ചിൽ തുടരുക തന്നെ വേണമെന്ന് അർജുനൻ്റെ കുടുംബവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്ന് എത്രയും പെട്ടെന്ന് അർജുനൻ്റെ ലോറി കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തണം. അത്തരത്തിലുള്ള ശ്രമം നടത്തിയാൽ ഒരുപക്ഷേ അർജുനനെ കണ്ടെത്താൻ സഹായിക്കുമെന്ന് തന്നെയുള്ള കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും അതോടൊപ്പം പൊതുസമൂഹത്തിൻ്റെയും ആ പ്രാർത്ഥനകളൊക്കെ സഫലമായിക്കൊണ്ട് സർവശക്തനായ അള്ളാഹു ദൈവം തമ്പുരാൻ തീർച്ചയായിട്ടും ഒരുപക്ഷെ അർജുനനെ കണ്ടെത്തിക്കുക തന്നെ ചെയ്യും. ഇനി അർജുനനെ കണ്ടെത്താൻ ജീവനോടെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരമെങ്കിലും നമുക്ക് ലഭിക്കുമെന്ന ആ ഉറപ്പിലാണ് ഇപ്പോൾ വിദഗ്ധന്മാരുള്ളത്. അതുകൊണ്ട് ആ ശരീരം ലഭിക്കാത്ത കാലത്തോളം കൂടുതൽ ക്ലൈമിനും മറ്റും ബുദ്ധിമുട്ടുണ്ടാവുകയും അതുവഴി നിയമപരമായി കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും മാത്രമല്ല അർജുൻ മരിച്ചിട്ടില്ല എന്ന് ഉള്ള സംവിധാനങ്ങളും ഉണ്ടാകും. അർജുൻ മിസ്സിംഗ് കേസ് മാത്രമായിട്ടാണ് നിലനിൽക്കുക. അതുവഴി കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങൾ, നിയമത്തിൻ്റെ കുരുക്കുകളും ആ കുടുംബത്തിനുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ നിയമക്കുരുക്കുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഭരണകൂടം അഥവാ കേരള ഭരണകൂടം ആ അർജുൻ കുടുംബത്തിന് നൽകി അവരെ ആശ്വസിപ്പിക്കണം. കഴിയും വിധം രീതിയിലുള്ള എന്തെല്ലാം ആശ്വാസമാണോ ചെയ്യാൻ കഴിയുന്നത് അത് മുഴുവനും നൽകേണ്ടതാണെന്നും ഈ അവസരത്തിൽ പറയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ അർജുനനെ കിട്ടുമെന്ന് തന്നെയാണ് ഈ പറയുന്ന എൻ്റെ മനസ്സും 99% പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അർജുനനെ കിട്ടും. അള്ളാഹുവെ സർവശക്താൻ നിനക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളും മനസ്സുകളും അറിഞ്ഞുകൊണ്ട് അർജുനനെ അവരുടെ കുടുംബത്തിലേക്ക് അള്ളാഹുവെ ഒരു രോമത്തിന് പോലും കേടില്ലാതെ നീ തിരിച്ചു കൊണ്ടുപോകണേ. നിനക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. ലോകങ്ങളുടെ മൊത്തം പ്രാർത്ഥന നിസ്കാരപ്പായയിലിരുന്നും പള്ളി മിമ്പറുകളിലും ക്ഷേത്രങ്ങളിലും ആൾത്താരകളിലും
എല്ലായിടത്തും സർവശക്തനായ അള്ളാഹുവേ, കർത്താവേ, ദൈവം തമ്പുരാനെ, നിന്നോടുള്ള പ്രാർത്ഥന നീ തട്ടിക്കളയരുത്. നീ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവേ, വിശ്വാസിയായിക്കൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന അദ്ദുഹാഉ ശിലാഉൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണെന്ന് നിന്റെ പ്രവാചകൻ ഞങ്ങളോട് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവേ, ഇതാ ഞങ്ങളുടെ ഈ പ്രാർത്ഥന നീ തട്ടിക്കളയാതെ നീ അത്ഭുതം സംഭവിപ്പിക്കാൻ നിനക്ക് കഴിവുള്ളവനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അർജുനനെ ജീവനോടുകൂടെ തന്നെ ആ കുടുംബത്തിലും എത്തിക്കുകയും അതുവഴി ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുകയും ചെയ്യണമേ അള്ളാഹുവേ. അള്ളാഹുവെ, സർവശക്ത, നീ അർജുനനെ കണ്ടെത്താൻ നിനക്ക് കഴിയുമല്ലോ, അത് നീ സാധ്യമാക്കണേ. അതുവഴി തെരച്ചിൽ ഉടനെ തുടരണമെന്നും അർജുനനെ കണ്ടെത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോകൾ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.